അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ ദശലക്ഷക്കണക്കിന് അപേക്ഷകരെ കടുത്ത അനിശ്ചിതത്വത്തിലാക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ മാധ്യമമായ NPR പുറത്തുവിട്ട വിശകലന റിപ്പോർട്ട് പ്രകാരം നിയമപരമായ മാർഗങ്ങളിലൂടെ പൗരത്വത്തിനായും ജോലി ചെയ്യാനുള്ള അനുമതിക്കായും ഗ്രീൻ കാർഡിനായും അപേക്ഷിച്ചവർ മാസങ്ങളോളം കാത്തിരുന്നിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ 10 ദശലക്ഷത്തിലധികം അപേക്ഷകളാണ് തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ ബാക്ക്ലോഗ് വർദ്ധിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുടിയേറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അപേക്ഷ സമർപ്പിച്ചാൽ അത് ലഭിച്ചു എന്ന പ്രാഥമിക സ്ഥിരീകരണം പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ നിന്ന് ആയിരക്കണക്കിന് ജീവനക്കാർ കഴിഞ്ഞ വർഷം രാജിവെച്ചതും ബാക്കി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അപേക്ഷകൾ പരിശോധിക്കുന്നതിന് പകരം കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതും പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നാണ് റിപ്പോർട്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഏകദേശം 11.6 ദശലക്ഷം അപേക്ഷകളാണ് നിലവിൽ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത്. പൗരത്വം, ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ്, അഭയാർത്ഥി പദവി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി ഇത്രയധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് അമേരിക്കൻ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് നിരക്കാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഭരണകൂടം അധികാരമേറ്റ ആദ്യ മാസങ്ങളിൽ തന്നെ കുടിയേറ്റ അപേക്ഷകളുടെ ബാക്ക്ലോഗിൽ 2 ദശലക്ഷത്തിന്റെ വർധനവുണ്ടായി എന്നാണ് റിപ്പോർട്ട്. നിയമപരമായ കുടിയേറ്റങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ബോധപൂർവമായ കാലതാമസമെന്ന് കുടിയേറ്റ പഠന വിദഗ്ധർ ആരോപിക്കുന്നു. തപാൽ മാർഗവും മറ്റും ലഭിക്കുന്ന അപേക്ഷകൾ തുറന്നു പരിശോധിക്കുകയോ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാത്ത ഫ്രണ്ട് ലോഗ് പ്രതിസന്ധിയാണ് അപേക്ഷകരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. അപേക്ഷകൾ ഓഫീസിൽ ലഭിച്ചാലും അവ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുകയോ കവർ തുറന്ന് പരിശോധിക്കുകയോ ചെയ്യാത്ത അവസ്ഥയാണ് ഫ്രണ്ട് ലോഗ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 2.5 ദശലക്ഷത്തോളം അപേക്ഷകളാണ് ഇത്തരത്തിൽ തുറന്നു നോക്കാത്ത നിലയിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ പക്കലുള്ളതെന്നാണ് റിപ്പോർട്ട്. അപേക്ഷ ലഭിച്ചുവെന്ന രേഖകളില്ലാത്തതിനാൽ പലർക്കും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ സുരക്ഷ മുൻനിർത്തി പരിശോധനകൾ കർശനമാക്കിയതാണ് വേഗത കുറയാൻ കാരണമെന്ന് ഭരണകൂടം വാദിക്കുമ്പോഴും ജീവനക്കാരുടെ കുറവും അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പരിശോധനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. പല അപേക്ഷകരും വർഷങ്ങളായി കാത്തിരുന്ന അഭിമുഖങ്ങൾ അവസാന നിമിഷം റദ്ദാക്കപ്പെടുന്നതും വീണ്ടും അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ മാസങ്ങൾ വൈകുന്നതും പതിവായിരിക്കുകയാണ്. അതേസമയം ഭരണകൂടം ബോധപൂർവമാണ് കുടിയേറ്റ നടപടികൾ മന്ദഗതിയിലാക്കുന്നതെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ ആരോപണം. കുടിയേറ്റം തടയാൻ നിയമങ്ങൾ മാറ്റുന്നതിന് പകരം ഭരണപരമായ കാലതാമസം ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കേറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വർക്ക് പെർമിറ്റുകൾ കൃത്യസമയത്ത് പുതുക്കി ലഭിക്കാത്തതിനാൽ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇത് അപേക്ഷകരുടെ കുടുംബങ്ങളെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്കാണ് എത്തിക്കുന്നത്.